ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും നല്ല ഭക്തർ വ്രജത്തിലെ ഗോപികമാരാണെന്ന് ഭഗവാൻ കൃഷ്ണൻ തെളിയിക്കുന്ന ഒരു ലീലയാണ് ഇന്നത്തെ കഥ. ഒരിക്കൽ നാരദ മഹർഷി ദ്വാരകയിൽ ഭഗവാൻ കൃഷ്ണനെ കാണാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഭഗവാൻ കൃഷ്ണനെ ഭയങ്കര തലവേദനയായിരുന്നു. ഭഗവാൻ കൃഷ്ണനെ തലവേദന വന്നാൽ അത് എല്ലാവർക്കും ഏറ്റവും വലിയ തലവേദനയാണ്. അദ്ദേഹം നമ്മുടെ തലവേദന മാറ്റുന്ന ആളാണ്. ഭഗവാൻ കൃഷ്ണൻ നാരദ മഹർഷിയോട് പറഞ്ഞു, ദേവർഷേ, എനിക്ക് വലിയ തലവേദനയാണ്. സൂര്യാസ്തമയത്തിന് മുൻപേ നല്ല ഒരു മരുന്ന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ ആപത്താണ്. ഭഗവാനെ, മരണമില്ല, എല്ലാം ലീലയുടെ ഭാഗമായാണ് ഭഗവാൻ പറയുന്നത്. ഇത് കേട്ട് നാരദ മഹർഷിക്ക് വലിയ വിഷമമായി. നാരദ മഹർഷി ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു, ഭഗവാനെ, ഈ ഒരു രോഗത്തിൽ നിന്നും മുക്തനാകാൻ എന്ത് മരുന്നാണ് അങ്ങേക്ക് വേണ്ടത്? എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാനത് അങ്ങേക്ക് വേണ്ടി കൊണ്ടുവരും. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ ഭക്തരുടെ തൃപ്പാദത്തിൻ്റെ ധൂളി വേണം. ആ ധൂളി എൻ്റെ ശിരസിൽ വെച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ രോഗം മാറും. നാരദ മഹർഷി പറഞ്ഞു, ഇത്രയേ ഉള്ളോ? ഭഗവാനെ, ഇതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും അങ്ങേക്ക് അസംഖ്യം ഭക്തരുണ്ട്. ആരുടെയെങ്കിലും പാദധൂളി കൊണ്ടുവന്നാൽ പോരെ? ഇതൊരു എളുപ്പമുള്ള കാര്യമാണെന്ന് വിചാരിച്ച് നാരദ മഹർഷി ഭഗവാൻ കൃഷ്ണൻ്റെ പത്നി രുക്മിണി ദേവിയുടെ അടുത്ത് ചെന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ അഭ്യർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, ഭഗവാൻ കൃഷ്ണന് വലിയ തലവേദനയാണ്. ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, ഭഗവാന്റെ ഭക്തൻ്റെ തൃപ്പാദത്തൂളി. അതിനാൽ ദ്വാരകേശ്വരി, അവിടുന്ന് ആ തൃപ്പാദത്തിൽ നിന്ന് കുറച്ച് ധൂളി നൽകണം. അതുമായി ഞാൻ ഇപ്പോൾ തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് പോകട്ടെ. രുക്മിണി ദേവി പറഞ്ഞു, ദേവർഷേ, എൻ്റെ പതിക്ക് ഇങ്ങനെയൊരു തലവേദന വന്നത് വലിയൊരു പ്രശ്നമാണല്ലോ. പക്ഷേ ഞാൻ എൻ്റെ പാദത്തിൻ്റെ ധൂളി എങ്ങനെയാണ് എൻ്റെ പതിയുടെ ശിരസിൽ വെക്കുന്നത്? അത് അധർമ്മമല്ലേ? അദ്ദേഹം എൻ്റെ നാഥനാണ്. എൻ്റെ പാദധൂളി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ശിരസിൽ വെക്കാൻ പാടില്ല. ഈ പാപത്തിനു ഞാൻ നരകത്തിൽ പോകും. നാരദ മഹർഷിയെ ഭഗവാന്റെ മറ്റ് രാജ്ഞിമാരുടെ അടുത്തെത്തി. പക്ഷേ ആരും പാദധൂളി നൽകാൻ തയ്യാറായില്ല. നാരദമുനി എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും കറങ്ങി ബ്രഹ്മദേവനോടും മഹാദേവനോടും ചോദിച്ചു. പക്ഷേ അവരുടെ തൃപ്പാദധൂളി ഭഗവാന്റെ ശിരസിൽ വെക്കാനായി ആരും തയ്യാറായില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ പരബ്രഹ്മമാണ്. നമുക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശിരസിൽ നമ്മുടെ കാൽ വയ്ക്കാൻ കഴിയുന്നത്? അതൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ നരകത്തിൽ പോകേണ്ടി വരുമെന്ന് അവരെല്ലാവരും ഭയപ്പെട്ടു. അങ്ങനെ നാരദ മഹർഷി തിരിച്ച് ദ്വാരകയിലെത്തി. ഭഗവാനോട് തൻ്റെ ശ്രമമെല്ലാം അസഫലമായെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വ്രജത്തിലെ ഗോപികമാരോട് അങ്ങ് പാദധൂളി ആവശ്യപ്പെട്ടോ എന്ന് ചോദിച്ചു. വ്രജത്തിലൊഴികെ മറ്റെല്ലായിടത്തും ഞാൻ പോയെന്ന് നാരദ മഹർഷി പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങ് വ്രജത്തിൽ പോകൂ, എന്നിട്ട് അവിടുത്തെ ഗോപികമാരോട് എൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറയൂ. ഭഗവാൻ പറഞ്ഞത് പ്രകാരം ഉടൻ തന്നെ നാരദ മഹർഷി വൃന്ദാവനത്തിലെത്തി. യമുനാ നദിയുടെ തീരത്ത് രാധാറാണിയും സഖിമാരും ഇരിക്കുന്നതായി നാരദ മഹർഷി കണ്ടു. അവരെല്ലാവരും ദ്വാരകയിലേക്കുള്ള വഴിയും നോക്കിയിരുന്ന് ഭഗവാൻ കൃഷ്ണനിൽ നിന്നുള്ള വിരഹത്തിലിരിക്കുകയായിരുന്നു. നാരദ മഹർഷിയെ കണ്ടതും അവർ വളരെ സന്തുഷ്ടരായി. കണ്ണീരെല്ലാം തുടച്ചതിനു ശേഷം നാരദ മഹർഷിയോട് ചോദിച്ചു, ദേവർഷേ, അങ്ങ് ദ്വാരകയിൽ നിന്നല്ലേ വരുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് പറയൂ, എൻ്റെ പ്രാണേശ്വരനായ ശ്രീകൃഷ്ണൻ എന്തു ചെയ്യുന്നു? അവിടെയെല്ലാം ശുഭകരമല്ലേ? നാരദ മഹർഷി പറഞ്ഞു, എൻ്റെ നാഥനായ ഭഗവാൻ വലിയൊരു തലവേദനയിലാണ്. രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഉടൻ തന്നെ ഗോപികമാർ പറഞ്ഞു, ഓ, എന്തു പറ്റി? എന്താണ് അതിനുള്ള പോംവഴി എന്ന് പെട്ടെന്ന് പറയൂ. ഇവിടെ വൃന്ദാവനത്തിലുള്ള കാടുകളിൽ അതിനുള്ള മരുന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണോ അങ്ങ് വന്നത്? എന്താണ് ശ്യാം ചോദിച്ചിട്ടുള്ളത്? ഉടൻ തന്നെ ഈ കാടായ കാടുകളിലെല്ലാം ആ മരുന്ന് കൃഷ്ണന് വേണ്ടി ഞങ്ങൾ അന്വേഷിക്കാം. നാരദ മഹർഷി പറഞ്ഞു, എൻ്റെ നാഥൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തരുടെ തൃപ്പാദ ധൂളിയാണ് ഇതിൻ്റെ മരുന്ന് എന്നാണ്. പക്ഷേ ഞാനത് എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും പോയി അന്വേഷിച്ചു. ആരും അവരുടെ പാദധൂളി തരാൻ തയ്യാറായില്ല. വ്രജത്തിലെ ഗോപികമാരെ സൂര്യാസ്തമയത്തിന് മുൻപേ ഭക്തരുടെ തൃപ്പാദത്തിലെ ധൂളി ലഭിച്ചില്ല എങ്കിൽ ഭഗവാന്റെ ജീവനെ വലിയ പ്രശ്നമായിരിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ രാധാറാണി പറഞ്ഞു, ദേവർഷി നാരദ, ഞങ്ങൾ എന്തു ഭക്തരാണ്? ഞങ്ങൾ വലിയ ഭക്തരൊന്നുമല്ല.
പക്ഷേ എന്നാലും അദ്ദേഹം ഞങ്ങളെ ഭക്തരായി കാണുകയാണെങ്കിൽ പാദധൂളി തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അങ്ങ് എങ്ങനെയാണത് കൊണ്ടുപോകുന്നത്? നാരദ മഹർഷി തൻ്റെ ഭക്തി കൊണ്ട് ആ പാദധൂളിയെല്ലാം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ രാധാറാണിയുടെ തൃപ്പാദത്തിലെ ധൂളിയെടുത്ത് നാരദ മഹർഷിക്ക് നൽകി. അവരുടെ പ്രിയപ്പെട്ട സഖിയായ രാധാറാണി പറഞ്ഞതുകൊണ്ട് എല്ലാ ഗോപികമാരും അവരുടെ തൃപ്പാദത്തിലെ ധൂളി നാരദ മഹർഷിക്ക് നൽകി. ഇത് കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് വലിയ അത്ഭുതമായി. എല്ലാ ഗോപികമാരും ഇത്രയും സന്തോഷത്തോടു കൂടി ഭഗവാന് വേണ്ടി തൃപ്പാദത്തിലെ ധൂളി തന്നു. നാരദ മഹർഷി ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുകയാണ്, ഇവരെല്ലാം സാധാരണ ഗോപസ്ത്രീകളാണ്, ഇവർക്ക് പാപത്തെക്കുറിച്ചൊന്നും അറിവില്ല. ഭഗവാന്റെ ശിരസിൽ അവരുടെ പാദം പതിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുമെന്ന് ഇവരറിയുന്നില്ല. ഇപ്രകാരം ചിന്തിച്ച് നാരദ മഹർഷി ഗോപികമാരോട് പറഞ്ഞു, വ്രജഗോപികമാരെ, ഈ പാദധൂളി ആർക്കാണ് നൽകുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബ്രഹ്മദേവനും മഹാദേവനും വലിയ യോഗികളും ഋഷികളും യോഗീന്ദ്രന്മാരും എല്ലാവരും ആരാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൃപ്പാദത്തെയാണ്. അദ്ദേഹത്തിൻ്റെ ശിരസിൽ നമ്മുടെ പാദധൂളി എങ്ങനെയാണ് വെക്കുന്നത്? അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് വലിയൊരു തെറ്റാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഇത് കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്തുകൾ എന്തൊക്കെയായിരിക്കുമെന്നറിയുമോ? ഇതിൻ്റെ കർമ്മഫലം എന്തായിരിക്കും? അപ്പോൾ കോടിക്കണക്കിനുള്ള ഗോപികമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾക്കറിയാം. ഈ മരുന്ന് കൊടുത്തതുകൊണ്ട് കൃഷ്ണൻ്റെ തലവേദന മാറുമെങ്കിൽ ഇനി അസംഖ്യം കാലങ്ങളോളം ഇനി നിത്യേന നരകത്തിൽ ജീവിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ യമലോകത്ത് കാലാകാലം വസിക്കാനും തയ്യാറാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥനായ അദ്ദേഹത്തിൻ്റെ തലവേദന മാറിയാൽ മതി. അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അദ്ദേഹം എപ്പോഴും സന്തുഷ്ടനായിരിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്കിഷ്ടം. ഞങ്ങൾക്ക് മറ്റൊരു ആനന്ദത്തിലും താല്പര്യമില്ല. നരകത്തിൽ പോയാൽ എന്താണ് പ്രശ്നം? എന്തായാലും ഞങ്ങളുടെ ജീവനെല്ലാം കൃഷ്ണന് വേണ്ടി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട. ഉടൻ തന്നെ ദ്വാരകയിലേക്ക് പോയാലും ശ്യാമിനെ ഈ ഒരു പാദധൂളി നൽകിയാലും. നാരദ മഹർഷി ഗോപികമാരുടെ പാദധൂളിയും എടുത്ത് ദ്വാരകയിലെത്തി. പാദധൂളി നാരദ മഹർഷിയുടെ തലയിൽ വെച്ചാണ് കൊണ്ടുവന്നത്. ഇത്രയും അമൂല്യമായ ആ പാദധൂളി തലയിൽ വെച്ചപ്പോൾ നാരദ മഹർഷി ആനന്ദത്തിൽ തുള്ളിച്ചാടുകയാണ്. ദ്വാരകയിലെത്തിയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവർഷേ, അങ്ങ് ഗോപികമാരുടെ പാദധൂളി കൊണ്ടുവന്നു അല്ലേ? പാദധൂളി കൊണ്ടുവന്നപ്പോഴേ എൻ്റെ അസുഖമെല്ലാം മാറി. കണ്ടില്ലേ ദേവർഷേ, അങ്ങ് എൻ്റെ ഏറ്റവും വലിയ ഭക്തനാണെന്ന് അങ്ങ് വിചാരിച്ചു. അങ്ങ് എന്തുകൊണ്ട് ആദ്യമേ തന്നെ അങ്ങയുടെ പാദധൂളി തന്നില്ല? അങ്ങേക്കിത് ഒരു പാഠമാകട്ടെ. വൃന്ദാവനത്തിലെ ഗോപികമാരാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭക്തർ. അവർ അവരുടെ ജീവൻ എനിക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ഈ ലീലയിലൂടെ ഗോപികമാരെ പോലെയുള്ള ഭക്തി ഈ പ്രപഞ്ചത്തിൽ ആർക്കുമില്ലെന്ന് ഭഗവാൻ വ്യക്തമാക്കുകയാണ്. ഗോപികമാരുടെ ഭക്തിയെക്കുറിച്ച് ഉദ്ധവർ പറയുന്നു, ഇത്രയും ഭക്തി ഈ ത്രിഭുവനങ്ങളിൽ എവിടെയും കണ്ടിട്ടില്ല. ഇത്രയും ഭക്തി ലഭിക്കാൻ അവർ എന്ത് തപസ്സാണ് ചെയ്തത്? ഏത് ശാസ്ത്രമാണ് പഠിച്ചത്? എനിക്കതൊന്നും അറിഞ്ഞുകൂടാ ഭഗവാനെ. അതുകൊണ്ട് അവരുടെ പാദധൂളി ശിരസിൽ വെക്കുന്നതിലൂടെ അവരുടെ ഭക്തിയുടെ 1% എനിക്ക് ലഭിക്കട്ടെ. ബ്രഹ്മദേവനും മഹാദേവനും നാരദ മഹർഷിയും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളും ആ മഹാത്മാക്കളുടെ വഴി പിന്തുടരുക. ഗോപികമാരുടെ പാത പിന്തുടരുക. അവരുടെ പാദധൂളി ശിരസിൽ വഹിക്കുക. ഭക്ത ശിരോമണിയായ ശ്രീമതി രാധാറാണിയുടെ പാദകമലങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണനോടുള്ള ആത്മാർത്ഥ സ്നേഹം ഏതെങ്കിലും ഒരു ജന്മത്തിൽ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൾ.